25 സെന്റ് സ്ഥലമാണ്. പിന്നെ 11,000 മേലെ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടാവും രണ്ടും കൂടിയിട്ട്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗും ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗും. ഇത് പേപ്പർ ഒക്കെ ക്ലിയർ ആണോ? എവരിത്തിങ്. ഗുഡ് മോർണിംഗ്. ആ കാണുന്നതാണ് നമ്മളെ മൂയിക്കര ബസ് സ്റ്റോപ്പ്. അതായത് അമ്മയും കുഞ്ഞു ഹോസ്പിറ്റലും അതുപോലെ പുതിയ ബസ് സ്റ്റാൻഡും കുട്ടിമാക്കൽ വരുന്ന അതിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പാണ് മൂയിക്കര ബസ് സ്റ്റോപ്പ്. ഒരുപാട് ആൾ എന്നോട് പറയാറുണ്ട്, നീ വല്ല കാടും മലയും മറ്റേ തെങ്ങും തോപ്പും റബ്ബർ തോട്ടും കാണിക്കുന്നതിന് പകരം വല്ല ബിൽഡിങ്ങുകളുടെ വാടക കിട്ടുന്നത് ചോദിച്ചു. അങ്ങനെയുള്ള ആൾക്കുള്ളതാണ് ഒരു ഇൻവെസ്റ്റിംഗ് പർപ്പസായിട്ട് നോക്കുന്ന ആൾക്ക് പറ്റിയത്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന റോഡാണത്. അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും മുകളിൽ അലക്കാനും അതുപോലെ അത്യാവശ്യം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 5 റൂമുകളാണ് മേലെയുള്ള സിംഗിൾ ബെഡ്റൂമുകൾ 5 എണ്ണം. താഴെ 5 ഷോപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ഇപ്പോൾ ഇനിയും കാലിയാണ്. നല്ല വരുമാനം കിട്ടിക്കൊടുക്കുന്നത്. വരുമാനവും ഡീറ്റെയിലും ഒക്കെ നമുക്ക് നേരിട്ട് പറയാം. മേലെ അതിൻ്റെ ഈ ഷോപ്പുകളുടെ മുകളിൽ ഓരോ സിംഗിൾ ബെഡ്റൂം അറ്റാച്ച്ഡ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിലും AC അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ 5 എണ്ണം. ഇനി ഈ പ്രോപ്പർട്ടീൻ്റെ പുറകിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റ്സ് തന്നെ മൊത്തം ഉണ്ട്. ഇവരുടെ 10-25 സെൻറ്റ് സ്ഥലത്ത് ഉള്ള അപ്പാർട്ട്മെൻറ്റ്സാണിത്. അതിലെല്ലാം ഫുള്ളി ഫർണിഷ്ഡാണ്. അതായത് ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ അവർ ഡ്രസ്സ് മാത്രം എടുത്ത് കൊണ്ടുവന്നാൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. AC ആണ്, എല്ലാ റൂംസും AC ആണ്. അങ്ങനെ 2 BHK പ്ലസ് കിച്ചൺ ഹാള് എല്ലാം അടങ്ങിയ ഒരു അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെയുള്ള 12 അപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒന്ന് സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. ബാക്കി 11 എണ്ണവും 2 BHK ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവരുടെ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാൻസർ സെൻറ്ററിൽ വരുന്ന ആൾക്കാരൊക്കെ ഡെയിലി വേസ്റ്റേജിനും അതുകൂടാതെ മാസത്തേക്കും ഇവിടെ വാടകയ്ക്ക് എടുക്കും. കാരണം അവർക്ക് ഫുള്ളി ഫർണിഷ്ഡ് സാധനം കിട്ടുന്നത്. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് വാടകയ്ക്ക് പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ബിൽഡിങ്ങും ഉണ്ട്, ഇതിൽ അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ സ്വന്തം ഒക്കെ കൊടുക്കാൻ പോവാണ്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, അതൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം. അപ്പം ഈ എല്ലാ ഫർണിച്ചറും എല്ലാ സൗകര്യങ്ങളുള്ള ഈ 12 ബെഡ്റൂമുള്ള 12 അപ്പാർട്ട്മെൻറ്റ്സും ഈ ബിൽഡിങ്ങിനും ചെറിയ വിലക്ക് നമുക്ക് സംസാരിച്ച് ഒതുക്കി വാങ്ങാൻ പറ്റും. ഭാവിയിൽ ഇവിടെ ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇക്കനോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങൾ അറിയാം. ഓക്കെ. ഹലോ നിസർഗ. നിസർഗ എന്താ പരിപാടി? ഇത് ഫുൾ CCTV നോക്കിയിരിക്കുന്നതാ? അതെയാ? അപ്പൊ ഇത് എത്ര സെന്റ് സ്ഥലമാണ് നിസർഗ? 25 സെന്റ് സ്ഥലമാണ്. പിന്നെ 11,000 മേലെ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടാവും രണ്ടും കൂടിയിട്ട്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗും ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗും. ഇത് പേപ്പർ ഒക്കെ ക്ലിയർ ആണോ? എവരിത്തിങ് ഓക്കെ. ലോണോ കാര്യങ്ങളൊന്നുമില്ല? ലോൺ ഉണ്ട്, ലോണില്ല. പക്ഷേ അത് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ. ക്ലിയർ ചെയ്യാം. അപ്പൊ ലോണുള്ള നല്ലതായിപ്പോ. ലോണിന്റെ പേപ്പർ എല്ലാം വെരിഫൈ ചെയ്തായിരിക്കുമല്ലോ. കാരണം വേറെ തലവേദനയില്ല. അതിനകത്ത് കംപ്ലീറ്റ് A to Z പേപ്പർ ക്ലിയർ ആ, പട്ടയം എവരിത്തിങ് എല്ലാം റെഡിയാണ്. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് A to Z കാര്യം ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ നിസാർക്കാണ് ഇതിന്റെ സിഗ്നേച്ചർ അതോറിറ്റി അല്ലേ? അതെ അതെ, എന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ മുമ്പിലത്തെ ബിൽഡിംഗും നിസാർക്ക് തന്നെ. അപ്പൊ മൊത്തത്തിലുള്ളത് 25 സെന്റ് സ്ഥലം. 25 സെന്റ് സ്ഥലവും ഈ റെന്റൽ ഹോംസും പിന്നെ ബിൽഡിംഗും. ഓക്കെ. അപ്പൊ ഇത് എത്രയൊക്കെ നിങ്ങൾ കൊടുക്കുന്നത്? ബയർ സീരിയസ് ആയിട്ടുള്ള പാർട്ടി വന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതായിരിക്കും നല്ലല്ലേ? അതെന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്ര ഇത്ര എന്നുള്ള രീതിയിൽ വേണ്ട. കാരണം നമ്മളെല്ലാം ഓണസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അടിപൊളി. അവര് വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് 916 പോലെ മനസ്സുണ്ടെങ്കിൽ ഓക്കെ ഇരിക്കെ ഡണ്ടാക്കുക. അങ്ങനെ വേണ്ട. അത്രയേ ഉള്ളൂ. അപ്പം നിസാർക്ക് പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ ശരിയായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു അസറ്റാണ്. അപ്പം നിസാർക്ക് ഇവിടെ ഉണ്ടാവും, വിളിച്ചോ, നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റും. അപ്പം താങ്ക് യു. ഓക്കെ.